പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വാത്സല്യ സഹോദരങ്ങൾക്ക് പ്രഭാതവന്ദനം. ദൂരത്തും ചാരത്തുമായിട്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രേഷ്ഠ മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ദൈവം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് ഒരു പകലൂടെ നമുക്ക് ദാനം നൽകിയിരിക്കുക. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം മുന്നേറുന്ന ഒരു ദിവസി, സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെ ദിവസങ്ങളാക്കി തീർക്കുന്ന ഒരു ദിവസി, യഹോവയെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന, യഹോവയോട് സംസാരിക്കുന്ന, തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ദൈവസ്ഥനിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു പകലായി മാറട്ടെ. സ്വർഗസ്നായ ദൈവം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സിമ്പിളായൊരു കാര്യമല്ല. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ലോകത്തെ ത്യജിക്കണം. ലോകത്തെ ത്യജിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് വചനം വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 23 വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് പറയുന്നു. ഞങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. അപ്പം ദൈവത്തിന് നിങ്ങളുടെ അടുക്കൽ വസിക്കണമെങ്കിൽ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണം. അതായത് അവൻ്റെ വചനം പ്രമാണിക്കണം, കൽപ്പനകൾ പ്രമാണിക്കണം. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറയുന്നു. ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴിയാകട്ടെ, അല്ലാതെ ഒരു പാസ്റ്റർമാർ പറഞ്ഞോ മറ്റു പ്രവാചകന്മാർ പറഞ്ഞൊന്നും അല്ലത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴിയാണ്. ഇവിടെ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പ്രമാണിക്കും. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതിനകത്ത്? ഞാൻ പ്രാർത്ഥിക്കുന്നു, 2 അധ്യായം വായിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞ് കിടക്കുന്നതാണോ വചനം പ്രമാണിക്കുന്നത്? അല്ല. വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞിട്ടുള്ളത് ഓരോന്നിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. പലരും പല രീതിയിലുള്ള അവൻ്റേതാകുന്ന കാഴ്ചപ്പാടുകളിൽ ഓടുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഇന്ന് കേൾക്കാൻ നിങ്ങളുടെ വിളി എപ്രകാരമുള്ളതാണ് ചിന്തിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തെ ത്യജിക്കണം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അങ്ങനെയെങ്കിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലേ, നീ അധിക ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നിന്റെ തലമുറകൾ, നിന്റെ കുടുംബവും കർത്താവിനാൽ ഉയർത്തപ്പെടും, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും, ദൈവത്താൽ മാനിക്കപ്പെടും. ദേശത്ത് നിന്റെ തലമുറ ഉന്നതികളിന്മേൽ നടകൊള്ളുമാറാക്കുന്ന ദൈവമാ. നീ ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ തലമുറ ദേശത്തിൻ്റെ ഉന്നതികളിന്മേൽ നടകൊള്ളുമാറാക്കുന്ന ദൈവമാ. ഇന്ന് പകല് ദൈവത്തിലേക്ക് ഒന്ന് അടുത്ത് വന്ന് നോക്കി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമായിട്ട് അടുത്താണോ അതോ ദൂരെയാണോ നിങ്ങളുടെ ജീവിതം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടും വേണ്ടവണ്ണം വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് വിശുദ്ധിയോടെ നിന്ന് വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിച്ചു എന്ന് മറ്റൊരു മുമ്പിൽ പറയുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ദൈവത്തിനെ മുട്ടുമടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റുപറയാത്ത 100 പാപത്തിൻ്റെ കെട്ടുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ, പാപത്തിൻ്റെതാകുന്ന അവസ്ഥകൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ ജയിക്കാൻ കഴിയാതെ ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? ദൈവവചനത്തിന് മുമ്പാകെ പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, യേശുവിനോട്, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതിനുശേഷം പറയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന്, ആരുടെ അടുക്കല? ദൈവത്തിൻ്റെ അടുക്കൽ വന്ന്, അതായത് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുമെന്ന. ഇന്നത്തെ പോൽക്കാൾ നിന്റെ ഭവനത്തിൽ യേശു ഉണ്ടോ? വാതുക്ക ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു വീടിൻ്റെ നായകനാണോ അതോ നിങ്ങളാണോ ഭരിക്കുന്നത്? ക്രിസ്തു വീടിൻ്റെ നായകനാണെങ്കിൽ ഈ വീടിൻ്റെ നായകൻ ആ ക്രിസ്തു. നിങ്ങളിൽ ഭരിക്കുന്ന ദൈവമാണെങ്കിൽ ദൈവമായിരിക്കും നിങ്ങളുടെ ഭവനത്തെ നയിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന ദൈവമല്ല ഈ ലോകത്തിൻ്റെ ശക്തിയാണെങ്കിൽ അവിടെ ദൈവത്തിന് പിന്നെ സ്ഥാനം വരത്തില്ല. കരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതിൻ്റെ പിന്നാലെ പോയി നടന്നിട്ട് ഓരോന്നിൻ്റെ പേരെഴുതി വെച്ച് ഞങ്ങൾ ഇതിൻ്റെ നായകനെന്ന് എഴുതി വെക്കാനല്ല. നിൻ്റെ ഹൃദയമാകുന്ന, ജീവിതമാകുന്ന, നിൻ്റെ ശരീരമാകുന്ന ഭവനത്തിൻ്റെ നായകൻ ക്രിസ്തു ആകണം. അങ്ങനെയെങ്കിൽ നിൻ്റെ അധരം കടിഞ്ഞാനിട്ട് ദൈവം സൂക്ഷിച്ചോളും. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ പൂർത്തീകരിക്കും. ദൈവത്തിൻ്റെ യഥാസ്ഥാനപ്പെടാതെ, പാപങ്ങൾ ഏറ്റുപറയാതെ, ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാതെ ജീവനത്തെ എന്തൊക്കെ നേടിയാൽ ഒരു പ്രയോജനവുമില്ല സഹോദര. ഭൂമിയിൽ എന്തൊക്കെ നേടിയാൽ എല്ലാം വിട്ട് കളഞ്ഞിട്ട് ഒരു നിമിഷം നീ പോകേണ്ടി വരും.
അതിനു മുമ്പേ നീ സ്വർഗത്തിൽ തനിക്കൊരു ഭവനം തയ്യാറാക്കിക്കൊള്ളുക. സ്വർഗത്തിലെ ദൈവത്തോടുള്ള വാസം ഒരുക്കിയിട്ട് സ്വർഗത്തിലൊരു ഭവനം നീ നിനക്ക് തന്നെ തയ്യാറാക്കുക. ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച കർത്താവ് ഒന്നിനെ ചേർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപ സ്വഭാവങ്ങളെ വെടിഞ്ഞ് ദൈവസേന വിശുദ്ധ ജീവിതത്തിനായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കുക. ഈ പകൽ സ്വർഗസ്നായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം, കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റെടുത്ത് ദൈവവൈതലായി ദൈവത്തിൻ്റെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേരും ഒരുമിച്ച് നിന്നോടുകൂടെ വാസം ചെയ്യുവാൻ, ആത്മാവിൻ്റെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ, പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണബലത്തോടും ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ ഹൃദയത്തെ എന്തെയും ഒരുക്കുന്ന ദിവസമായി മാറട്ടെ. ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നൊരു പകലായി മാറട്ടെ. ദൈവത്തെ മാറോട് ചേർത്തണച്ച് ദൈവത്തിൽ നിന്റെ സങ്കടം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നൊരു പകലായി മാറട്ടെ. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുന്നൊരു പകലായി മാറട്ടെ. സ്വർഗസ്നായ ദൈവത്താൽ ഉയർച്ച പ്രാപിച്ച് ദൈവമഹത്വത്തിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഈ പകൽക്കാലം സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു.